നിങ്ങളുടെ മറുപടിയിൽ നിന്ന് കുട്ടി എന്താണ് പഠിക്കുന്നത്? കഴിഞ്ഞ ദിവസം എൻ്റെ കുട്ടി വിഷമത്തോടെ എന്നോട് പറഞ്ഞു, അമ്മേ, എൻ്റെ ഉയരം എന്തുകൊണ്ട് കുറവാണ്? ക്ലാസ്സിൽ എല്ലാവരും എന്നെ കളിയാക്കുന്നു. ഞാൻ പറഞ്ഞു, അച്ഛൻ്റെയും ഉയരം കുറവല്ലേ, അതുകൊണ്ടാണ്. അവൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ അച്ഛൻ്റെ ഉയരം എന്തുകൊണ്ട് കുറവാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ സില്ലി ചോദ്യങ്ങളാണ്, ഒന്ന് പോ. അന്ന് അവൻ പഠിച്ചത് എന്താണെന്ന് അറിയോ? ഞാൻ തെറ്റായ ചോദ്യം ചോദിച്ചോ എന്നിലാണ് പ്രശ്നം. ഞാൻ മോശമാണോ എന്ന് അവൻ തന്നെ സംശയിക്കാൻ തുടങ്ങും. പിന്നെ മല്ലേ അവൻ ചോദ്യങ്ങൾ ചോദിക്കാതെയാവും. പകരം നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു, നമ്മുടെ വിരലുകൾ ഒരേ നീളം അല്ലല്ലോ, പക്ഷേ ഓരോ വിരലും പ്രധാനമാണ്. ചൂണ്ടുവിരൽ ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റുമോ? പ്രകൃതിയിൽ എല്ലാം ഒരേപോലെ അല്ല. വൃക്ഷങ്ങളും പൂക്കളും മനുഷ്യരും എല്ലാം വ്യത്യസ്തമാണ്. അതാണ് സൗന്ദര്യം. ലോകം കുട്ടിയുടെ രൂപത്തെക്കുറിച്ച് പലവിധം വിധിയെഴുതും. പക്ഷേ അവൻ ഏറ്റവും വലിയ ശബ്ദമായി കേൾക്കേണ്ടത് നമ്മുടെ ശബ്ദമാണ്. നീ ശരിയാണ്, നീ വ്യത്യസ്തമാണ്, നീ വിലപ്പെട്ടതാണ്. ഓരോ ചോദ്യവും അവൻ്റെ ആത്മവിശ്വാസം നിർമ്മിക്കാനുള്ള അവസരമാണ്.